നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ അവർ എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെന്നും ഈ ബന്ധം കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ എന്തു മാറ്റമാണ്, നിങ്ങളുടെ ഏത് ബന്ധങ്ങളായിക്കോട്ടെ, ആ ബന്ധങ്ങളിൽ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുവെങ്കിൽ, ഒരു എലോൺ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ ഇമോഷണലി ഒരുപാട് നിരാശയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ചെയ്യുന്ന കാര്യത്തെ നിങ്ങൾ എഴുതി നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തു പുറത്ത് കളയുക കേട്ടോ. നമ്മൾ ഒരിക്കലും ഓവർ തിങ്കിങ് ചെയ്യുന്ന കാര്യം നെഗറ്റീവ് ആണെങ്കിൽ നമുക്കതിനകത്ത് യാതൊരു ഗുണവും വരില്ല. കുറച്ച് നെഗറ്റീവ് ആകുന്ന എനർജി നമ്മളുടെ ബോഡിയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, ഉറക്കം കെടുത്തുന്നത്, ആൻസൈറ്റി, ഡിപ്രഷൻ എനർജിയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളെ എടുത്ത് നിങ്ങൾ കളയണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും. അതിനാണ് നമ്മൾ റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറയുന്നത്. എഴുതുക, സഡൻ കത്തിച്ച് കളയുക, പിന്നെ റിപ്പീറ്റ് അത് വായിച്ച് വീണ്ടും മനസ്സിലേക്ക് കണക്റ്റ് ചെയ്യരുത്. അതിനുശേഷം നിങ്ങൾ അഫർമേഷൻസ് എഴുതുക എന്നത് നമ്മൾ പോസിറ്റീവായൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു കാര്യത്തെ അട്രാക്റ്റ് ചെയ്ത് ഒരു രീതിയിൽ പറഞ്ഞാൽ വശീകരിച്ചെടുക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ആ ഒരു എനർജിയാണ് അഫർമേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഈ റിലേഷനിൽ ഇന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഒരു ബന്ധത്തിൽ വരേണ്ട മാറ്റം അതെല്ലാം സംഭവിച്ചതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ അഫർമേഷൻസിൽ എഴുതുക. കൂട്ടത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ. നന്ദി എന്നൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഒരിക്കലും മറക്കരുത്. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആ സമയങ്ങളിൽ നമ്മളൊന്ന് കണ്ണ് തുറന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് ഇന്നത്തെ ഈ ഒരു പ്രഭാതം കാണാൻ പറ്റിയതിന്, മുന്നോട്ടേക്ക് പോസിറ്റീവാകുന്ന കുറേ കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു യോഗം എനിക്ക് നൽകിയതിനും ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എന്ന് പ്രഭാതത്തിൽ പറയുക. കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇന്നത്തെ ദിവസത്തിൽ കിട്ടിയ ഓരോ നല്ല കാര്യങ്ങൾ, ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ലഭിച്ചെങ്കിൽ, ഒരു വ്യക്തി കുറച്ച് ടൈമെങ്കിലും അവരുടെ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം പേരുകൾ എടുത്തു പറഞ്ഞ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങളുടെ വിളി കേൾക്കും, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും, നിങ്ങളുടെ ജീവിതം മാറി മറിയും. അത് ഞാൻ എഴുതി നിങ്ങൾക്ക് ഒപ്പിവെച്ച് തരാം. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മുടെ അഫർമേഷൻസിൻ്റെ കൂടെ കമൻറ്റിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ എഴുതുക. കാരണം ഇന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി പറയണം. എനിക്കിത് വായിക്കാൻ കഴിഞ്ഞതിലും നിങ്ങൾക്കിത് കേൾക്കാൻ സാധിച്ചതിലും എല്ലാം ഒരു പ്രകൃതിയുടെ, ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു എനർജി വൈബ് അതിനകത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും അതുണ്ട്. ദൈവീകമാകുന്ന കരങ്ങളാലാണ് ഓരോ കാര്യങ്ങളും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നതും രക്ഷിക്കപ്പെടുന്നതും അവസാനിക്കപ്പെടുന്നതും എല്ലാം പ്രകൃതിയുടെ ആ ഒരു ദൈവിക കരങ്ങളുടെ സ്പർശം കൊണ്ട് തന്നെയാണ്. അതിനകത്തൊന്നും യാതൊരു മാറ്റവുമില്ല. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ കാര്യങ്ങളെ ഒരു ക്ലാരിറ്റി വരുത്തുക കേട്ടോ. അതുപോലെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്, എനർജി ബേസിൽ ചെയ്യുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ സോൾ എനർജിയെ നമ്മൾ എടുത്ത് ആ ഒരു പേഴ്സൺ ആരായാലും നിങ്ങളിലേക്ക് അത് നൽകുമ്പം അത് വളരെയധികം ഡിഫിക്കൽറ്റിയും എന്നാൽ വളരെയധികം അത്ഭുതകരമാകുന്നതുമായ ഒരു എനർജി തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം. അതിനെ അതിൻ്റേതായ രീതിയിൽ വളരെ പ്രഷ്യസ് ആയിട്ടും ആത്മാർത്ഥതയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും റെസ്പെക്റ്റോടുകൂടി തന്നെ കണ്ട് നിങ്ങളത് സ്വീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നോ എന്നും അവർ ഈ ഒരു റിലേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളോട് അവർക്ക് അൺകണ്ടീഷണലായ ഒരു ലവ് ആയിരുന്നു. അതായത് അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയതും അവർക്ക്
ഏറ്റവും അക്സെപ്റ്റബിൾ ആയതും അവരുടെ ലൈഫിലേക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ. നിങ്ങളുടെ സാന്നിധ്യം അവരെ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ സന്തോഷം എന്താണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് പോലും നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്. അവർ സ്വപ്നം കണ്ടത് മുഴുവൻ നിങ്ങളോടൊപ്പമുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസ് ആണ്. ഒരു അൺകണ്ടീഷണൽ എനർജി, അതായത് നിങ്ങളിലേക്ക് അവർക്കുണ്ടായിരുന്ന ഒരു പ്രണയത്തിൻ്റെ ആഴം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതിനും അപ്പുറം തന്നെയായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. നിരുപാധികമാകുന്നൊരു സ്നേഹത്തിൻ്റെ പ്രസൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മാത്രം, നിങ്ങളെ എന്ന് പറയുന്ന വ്യക്തിയുടെ മറ്റൊരു കാര്യത്തെയും അവർ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ മാത്രം അവരുടെ ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ചിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് ലഭിച്ചതിലേക്ക് ഏറ്റവും വലിയൊരു മാജിക്കായിട്ടാണ് നിങ്ങളെ അവർ കണ്ടത്. കാരണം അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ല ഒരു പ്രഷ്യസ് ആയതും പോസിറ്റീവ് ആയതും അക്സെപ്റ്റബിൾ ആയതുമായ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെന്നുള്ളത് അവർ വളരെയധികം മനസ്സിലാക്കിയിരുന്നു. അവർ അത്രയും ആഴത്തിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ശരിക്കും നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സംസാര രീതികൾ, നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ബ്യൂട്ടി എല്ലാം അവർ സംതൃപ്തിപ്പെട്ടിരുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റെന്ത് കുറവുകൾ മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞാലും നിങ്ങളിൽ ഒരു കുറവും അവർ കണ്ടിരുന്നില്ല. അത്രത്തോളം നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ ചേർത്തു പിടിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊരു ട്രാവലിംഗ് എനർജിയിലൂടെ ആവാൻ നിങ്ങൾ കണ്ടുമുട്ടിയത്. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുമല്ലെങ്കിൽ നിങ്ങളുടേതോ അവരുടേതോ ആകുന്ന ഒരു ലക്ഷ്യത്തിലേക്കുള്ള പോക്കിൽ കരിയർ പാതയെ ബേസ് ചെയ്തുള്ള ഒരു മാർഗത്തിലൂടെയും ആകാം കേട്ടോ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയത്. ഒരു ഡിവൈൻ ടൈമിംഗ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ എന്നാണ് കണ്ടുമുട്ടിയതെങ്കിലും അതൊരു ഡിവൈൻ ടൈമിംഗ് ആയിരുന്നു. കാരണം ചേർക്കപ്പെടേണ്ട രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ഡിവൈൻ ചെയ്തതായിരുന്നു ഈ ഒരു റിലേഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. വളരെ ശക്തമാകുന്ന ഒരു പ്രാർത്ഥന, ആരുടെയോ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയതെന്നു കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് വളരെയധികം ഐക്യത്തോടു കൂടിയും പോസിറ്റിവിറ്റിയോടു കൂടിയും സക്സസ് എനർജിയിൽ, അതായത് വെല്ലുവിളികളെ എല്ലാം അതിജീവിക്കാൻ പറ്റുന്നൊരു മൈൻഡ് പവറിങ് എനർജി നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ലഭിച്ചിരുന്നു. ആ വ്യക്തിക്കും ലഭിച്ചിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലും പല മാറ്റങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലും പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസുകളും നിങ്ങളുടെ എനർജികൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്ന സമയത്ത് ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളെ വളരെയധികം ശക്തമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നു. നിങ്ങളെ വിട്ടുകളയുക എന്നത് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിരുന്നു. നിങ്ങളെ അവർ ഹോൾഡ് ചെയ്തിരുന്നു. ഈ ഒരു റിലേഷനെ ഏറ്റവും നല്ല രീതിയിൽ, ഈ റിലേഷനിൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ ശരിക്കും പരിശ്രമിച്ചത് മനസ്സുകൊണ്ട് അവർ തന്നെ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഹെൽത്തി റിലേഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു ബന്ധം. അവർക്ക് അത്രത്തോളം പോസിറ്റീവ് ആയിരുന്നു നിങ്ങളെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവരൊരു ഇച്ചിരി മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ കേട്ടിരിക്കുന്നതിലും എല്ലാം അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത്. വളരെ സക്സസ് ആകുന്ന ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്തുണ്ടായിരുന്നു. കാരണം അത്ര ആഴമായിരുന്നു അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹമെന്ന് പറയുന്ന ഒരു വൈബായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്നിനോടും തോന്നാത്തൊരു അട്രാക്ഷൻ, മറ്റൊന്നിനോടും തോന്നാത്ത ഒരു ആകർഷണീയമാകുന്ന ഒരു എനർജി, ഇതെല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മജീഷ്യൻ എനർജി ആയിരുന്നു. ഒരു മാജിക്കൽ റിലേഷൻഷിപ്പായിട്ടാണ് അവർക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് എന്താ പറയുക, ഒരു മാജിക്കൽ എനർജി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിരുന്നു. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ അബണ്ടൻസ് ആയിരുന്നു നിങ്ങളെന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, എല്ലാ രീതിയിലും
നിങ്ങളുടെ ആ ഒരു സംസാര രീതി ആയിരിക്കാം, നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ലുക്കിൻ്റെ എനർജി ആയിരിക്കാം, ബ്യൂട്ടി എനർജി ആയിരിക്കാം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി, ഇതെല്ലാം അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് അതിൻ്റേതാകുന്ന പ്രാധാന്യം ഈ ഒരു പേഴ്സൺ കൊടുത്തിരുന്നു. നിങ്ങളുടെ റിലേഷനിൽ ഒരു മാജിക്ക് വേണമെന്നും നിങ്ങളുടെ റിലേഷൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി വേണമെന്നും എല്ലാം ആ ഒരു പേഴ്സൺ ആഴത്തിൽ ആഗ്രഹിച്ചിരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും കണക്റ്റഡ് ആകുന്നുണ്ട്, എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഈ ഒരു റിലേഷനിൽ ഉണ്ടല്ലോ എന്നുകൂടി ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു സോൾ കണക്ഷൻസിന് അപ്പുറത്തേക്ക് നോക്കിയാൽ ശരിക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും കണക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരു പക്ഷേ സ്വപ്നങ്ങളിലൂടെ ആണെങ്കിലും മറ്റെന്തൊക്കെയോ രീതിയിൽ നിങ്ങളെ ബേസ് ചെയ്തുള്ള സ്വപ്നങ്ങൾ കാണേണ്ടി വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എത്രത്തോളം മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ പ്രസൻസിലൂടെ തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. എന്താണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജി ആയിട്ടും ഇതൊരു മാജിക്കൽ റിലേഷൻഷിപ്പായിട്ടുമാണ് എപ്പോഴും തോന്നിയിരുന്നത്. കാരണം വിട്ടു നിൽക്കാൻ ശ്രമിക്കുമ്പം പോലും കൂടുതലും ഈ ഒരു ബന്ധത്തിലേക്ക് അടുപ്പിക്കുന്ന പോലത്തുള്ളൊരു സ്പിരിച്വൽ ഒരു ട്രാൻസ്ഫർമേഷൻ പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ട്, അതായത് ഒന്ന് അകലാം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഒന്ന് അവസാനിപ്പിക്കാം, കുറച്ചൊന്ന് റിലാക്സ് ആവാം, കുറച്ചൊന്ന് മാറി നിൽക്കാമെന്ന് ചിന്തിക്കുമ്പോഴും കൂടുതൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾ ഈ ഒരു വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവർക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സും തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ, എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമോ എന്നുള്ള ഒരു ഇമോഷണൽ ഉൾഭയം ആ ഒരു പേഴ്സണിൽ കണക്റ്റഡ് ആവാറും ഉണ്ടായിരുന്നതായിട്ട് എനർജിയിൽ കാണുന്നുണ്ട്. 6 of Wands എനർജിയാണ് കേട്ടോ. നിങ്ങളോട് ഒരുമിച്ചൊരു ഹാപ്പി ലൈഫ്, ചിൽഡ്രൻസ് പ്രസൻസ്, ഇതെല്ലാം അവർ വളരെ ആഴത്തിൽ ആഗ്രഹിച്ചിരുന്നു എന്നും നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് അവരുടേതാകുന്ന ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളോടൊപ്പം തന്നെയുള്ള ജീവിതം തന്നെയായിരുന്നു. കുറച്ച് ഈഗോയിസ്റ്റിക് ആണ് എങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൃഢനിശ്ചയമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. എന്തു പ്രതിസന്ധി വന്നാലും നിങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കുമെന്നുള്ള ഒരു പോസിറ്റീവാകുന്ന തോട്ട്സ് ഈ ഒരു പേഴ്സണിൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള, അതായത് പറയുന്ന വാക്കിന് വാല്യൂ കൽപ്പിക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരുന്നു ഈ ഒരു വ്യക്തി. പക്ഷേ ഈ ഒരു വ്യക്തിയിൽ സംഭവിച്ചിരിക്കുന്നത് കുറച്ച് ഈഗോയുണ്ടായിരുന്നു, പിന്നെ എവിടെയൊക്കെയോ ഒരു സെൽഫിഷ് എനർജി, അതായത് ഒരു പക്ഷേ മറ്റാരുടെയെങ്കിലുമൊക്കെ ഉള്ള പ്രസൻസ് ആയിരിക്കാം. എവിടെയൊക്കെയോ ഈ ഒരു വ്യക്തിയിൽ ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഫീലിങ്സ്, സമയത്തിൻ്റെ പ്രശ്നമാവാം, കാർമിക് എനർജി കണക്റ്റഡ് ആയാലും ഈ ഒരു ചേഞ്ചിങ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ എപ്പോഴൊക്കെയോ നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ ഒന്ന് വ്യതിചലിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ടും ചിന്തിച്ചിരുന്നത് നിങ്ങളോടൊപ്പമുള്ള ഒരു ഹാപ്പി ലൈഫ് എനർജി, ഒരു ഫാമിലി, കുടുംബം നിങ്ങളിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചത്. ദ ഹെറോഫെൻറ്റിൻ്റെ എനർജിയാണ് കേട്ടോ വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ മതപരമാകുന്ന എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു കാണാം. അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു കൈകടത്തൽ ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ഒരു മുന്നോട്ടേക്കുള്ള, അതായത് ഫ്യൂച്ചറിലേക്കുള്ള യാത്രയിൽ ശക്തമാകുന്ന ബ്ലോക്കേജ് സംഭവിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തടസ്സം സംഭവിച്ചു. പക്ഷേ ഇപ്പോഴും അവിടെ ഒരു ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഈ ഒരു ബന്ധം അവസാനിച്ചു, ഇനി ഇതില്ല എന്നതല്ല, മുന്നോട്ടേക്ക് ഇനിയും ഒരു അവസരമുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വേണം ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാൻ. കാരണം അവരെ സംബന്ധിച്ചും അവരുടെ ഉള്ളിലും മറ്റെന്തൊക്കെയോ കാര്യങ്ങളോട് ഒരു അട്രാക്ഷൻ ഫീലിങ്സ് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ഇല്യൂഷൻ എനർജി, ഒരു അതിമോഹം എന്നൊക്കെ നമ്മൾ പറയും പോലെ, അല്ലെങ്കിൽ മറ്റെന്തിനോടൊക്കെയോ തോന്നുന്ന ചില ആഗ്രഹങ്ങൾ, അഡിക്ഷൻ ഫീലിങ്സ് ഉണ്ട്. ചിലപ്പോൾ ലഹരിയോടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾ ഒന്നിലധികം എനർജികൾ കണക്റ്റ് ചെയ്യുന്നതാവാം. എന്താണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് മറ്റ് ചില നെഗറ്റീവ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കണക്റ്റഡ് ആകുന്നുണ്ട്. എന്താണെങ്കിലും അവർ എഫോർട്ടിങ് എനർജിയിലാണ് കേട്ടോ. ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ, ഒന്നും
ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവരുപേക്ഷിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളിൽ അവർ ഇപ്പോഴും കറൻറ്റ്ലി ഫോക്കസ്ഡ് തന്നെയാണ്. ആ പഴയ ഒരു എനർജി പോലെ നിങ്ങളിലേക്ക് തന്നെയാണ് ആ ഒരു പേഴ്സൺ നോക്കി നിൽക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് ആ ഒരു വ്യക്തി പോകുന്നില്ല, മുന്നോട്ടേക്കല്ല ആ ഒരു വ്യക്തിയുടെ ട്രാവലിംഗ്. നിങ്ങൾക്ക് നേരെ തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ ഫോക്കസ് എനർജി കാണുന്നത്. പക്ഷേ അവിടെ എഫോർട്ട് എടുക്കണമെന്നും വെയിറ്റിംഗ് ചെയ്യണമെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ കൊടുത്ത സ്നേഹം അവർ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നുവെന്നും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെന്നും എല്ലാം അവർ 100% തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിയുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ, ഒരു ടെലിപ്പതി മെസ്സേജ് അവരിലേക്ക് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ എനർജിയെ ബേസ് ചെയ്ത് ചെല്ലുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഒരു ഇന്നർ ഗൈഡൻസ് വളരെ വ്യക്തമായിട്ട് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു ന്യൂ ബിഗിനിങ് എനർജിയുടെ പ്രസൻസ് തന്നെയാണ് കാണുന്നത്. നിങ്ങളിലേക്ക് അവർ നിങ്ങൾ കൊടുത്തത് തിരിച്ച് നൽകാൻ പാകത്തിന് തന്നെ കണക്റ്റഡ് ആകും. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയും. കാരണം അവർക്ക് അതിൻ്റേതാവുന്ന ഒരു ഗൈഡൻസ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ പ്രസൻസ്, ഇതൊന്നും അവരിൽ നിന്നും വിട്ടുപോയിട്ടില്ല. ശരിക്കും അവർ സ്വപ്നം കാണുന്നത് പോലും അവരുടെ നിങ്ങളോടൊപ്പമുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസാണ് കറൻറ്റ്ലി പോലും കേട്ടോ. നിങ്ങളിനി 2 സിറ്റുവേഷൻസിലേക്കോ 2 ഫാമിലിയിലേക്കോ ഒക്കെ ചേഞ്ച് ആയവരാണെങ്കിൽ പോലും നമുക്കിവിടെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളോട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നതും വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടും കാണുന്നത്. ചില രീതിയിലൊക്കെ അവർക്കൊരു ബന്ധനാവസ്ഥയുണ്ട്. കാരണം ഒരു ശരി തെറ്റുകളെ തിരിച്ചറിയാൻ പറ്റാതെ ഇനി അവർ ചിന്തിക്കുന്നത് തെറ്റാണോ, അവർ പ്രവർത്തിക്കുന്നത് തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ അവരെ വളരെയധികം പിടികൂടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു ഇരയാക്കപ്പെടുമോ എന്നുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ കറൻറ്റ്ലി ഇരയാക്കപ്പെട്ടോ, ജീവിതത്തിൽ തന്നെ അവർ ഇരയാക്കപ്പെട്ടോ, വിധിയിൽ തന്നെ അവർ ഇന്ന് ചതിക്കപ്പെട്ട് നിൽക്കുകയാണോ എന്നുള്ള ആ ഒരു തോട്ട്സൊക്കെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവരൊരു സറണ്ടർ എനർജിയിലാണ് നിൽക്കുന്നത്. ആ ഒരു കാര്യത്തിനുമില്ല, നന്മയ്ക്കുമില്ല തിന്മയ്ക്കുമില്ലാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത്. അവരിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ പോലും ആക്ഷൻ എടുക്കാതെ അവർ നിൽക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഒരു ട്രാജഡി എനർജിയിലൂടെ ഇനി അവർക്ക് കടന്നു പോകാൻ പറ്റില്ല. അവരുടെ ലൈഫിൽ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ അവർ പല രീതിയിലുള്ള സ്ട്രഗിൾ അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഇനി അവർക്കൊരു വീഴ്ചയെ നേരിടാൻ സാധിക്കുകയില്ല. ഒരു അപമാനം അവർക്ക് ഏൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്കിനി ഒരു ട്രാജഡി നേരിടുക എന്നത് പറ്റില്ല, സാധ്യമല്ല എന്നുള്ളൊരു എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് അവരെടുക്കാൻ സാധിക്കുന്ന, അവർക്ക് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതാകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അവർ വിട്ടു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലതും കണ്ടില്ല പെട്ട് നിൽക്കാൻ അവരാഗ്രഹിക്കുന്നു. പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു എനർജിയിൽ നിൽക്കാനാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇമോഷണൽ ബാലൻസിലാണ് അവർ, മെച്യൂരിറ്റിയോട് കൂടി, അതായത് അവരുടെ ആഗ്രഹങ്ങളെ അവരൊരു കടിഞ്ഞാണിട്ട് നിർത്തുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ഒരു ഇമോഷണൽ ബാലൻസിലാണ്, കുറച്ചൊക്കെ ഒന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് അവർ കടന്നു പോകുന്നത്. ശരിക്കും ഒരു ഇമോഷണൽ കൺട്രോളിങ് അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല കുറച്ച് ദേഷ്യവും കുറച്ചൊരു ഇമോഷണൽ ഈഗോയുമൊക്കെ അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് അനുഭവിക്കട്ടെ എന്നുള്ളൊരു തോട്ട്സ് കൂടി അവരെ വല്ലാതെ പിടികൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ച് വളരെയധികം ശക്തമായിട്ട് ചിന്തിക്കുമ്പോഴും അവരൊരു ഡിസിഷൻ എടുക്കാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ അവർ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് കുറച്ചൊന്ന് അനുഭവിച്ചോട്ടെ എന്നുള്ളൊരു ചിന്തയോടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. പക്ഷേ കുറ്റബോധവുമുണ്ട് കേട്ടോ. അങ്ങനെ ചിന്തിക്കുമ്പോഴും നിങ്ങളെ അവർക്കറിയാം, നിങ്ങൾ എത്രത്തോളം ഈ ഒരു റിലേഷനിൽ പ്രഷ്യസ് ആയിട്ടാണ് നിന്നതെന്നുള്ളതും നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളിൽ അവർക്ക് അനുഭവിച്ചിട്ടുള്ള ആ ഒരു പോസിറ്റീവ് സിറ്റുവേഷൻസുകളും ആ ഒരു ഗുഡ് എനർജിയും എല്ലാം അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് കുറ്റബോധവും തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ അഡിക്റ്റഡ് ആണെന്നും ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം മാറ്റിവെച്ച് ഈ ഒരു പേഴ്സണെ തന്നെ നിങ്ങൾ വാല്യൂ കൽപ്പിച്ചു എന്നുള്ളതെല്ലാം
ചിന്തിക്കുമ്പം അവർക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു റിലേഷൻ പോലും ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആ ഒരു കുറ്റബോധവും അവരെ പിടികൂടുന്നതായിട്ടാണ് കാണുന്നത്. എന്താണേലും കറൻ്റ്ലി അവർ സറണ്ടർ ചെയ്താണ് നിൽക്കുന്നത് കേട്ടോ. അവരുടെ ഇമോഷൻസിനെ എല്ലാം അവർ ഹൈഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു വിവാഹം പോലുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ പോലുള്ളൊരു കാര്യം ഒന്നും കറൻ്റ്ലി സാധ്യമല്ല. ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ പരമാകുന്ന പ്രോബ്ലംസുകളെ നേരിടുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരിപ്പം പൂർണ്ണമായിട്ടും ഒരു ഇല്യൂഷൻ എനർജിയിലാണ്, ഒരു സ്തംഭന അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു മായാവലയത്തിൽപ്പെട്ട ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. കാരണം അവരുടെ ലൈഫിലേക്ക് അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. പാസ്റ്റിലെ പല പ്രശ്നങ്ങളും ഇപ്പോഴും അവർക്ക് ഹീലാവാതെ നിൽക്കുന്നുണ്ട്. പാസ്റ്റിലെ കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഭയം ജനിപ്പിക്കുന്നു. അതൊരു പാർട്ട്ണർ എനർജി, ഒരു വിവാഹം, ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു പാർട്ട്ണർ എനർജി, ഒരു പാർട്ട്ണറുടെ ആവശ്യം അവർക്കിപ്പം ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു, നിങ്ങളെ അവർ കറൻ്റിലിയും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തമ്മിലൊരു ഫ്യൂച്ചർ എനർജിയും സാധ്യമാകും. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിലേക്ക് വരുമ്പം അവരെ സംബന്ധിച്ച് അവർക്കൊന്ന് ഒറ്റപ്പെട്ട് നിൽക്കണം. അതായത് കാർമിക്കാണ് അവരുടെ സമയം, മോശം സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എല്ലാത്തിനോടൊരു വിരക്തിയും മടുപ്പും ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് അവരുടെ മാറി വരുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു റിലേഷൻ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു ഒറ്റപ്പെടലും നിരാശയൊക്കെ അവർ നേരിട്ട സമയത്ത് അവർക്കൊരു സക്സസ് ആയിട്ടാണ് ഈ ഒരു റിലേഷനെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഒരു എസ്കേപ്പിംഗ് എനർജി, ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലും നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നിരാശയോട് കൂടിയോ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം സ്തംഭിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷൻസൊക്കെ ആയിരുന്നു, ഒരു ടോക്സിക് എനർജിയിലായിരുന്നെങ്കിൽ ആ ഒരു ഇംബാലൻസിൽ നിന്നും ബാലൻസിലേക്ക് നിങ്ങളെയും കൂടി എത്തിക്കുക. ഒരു സക്സസ് എനർജി, ഒരു ഹാപ്പി ന്യൂസ്, ഒരു സിംഗിൾ എനർജിയൊക്കെ ആണെങ്കിൽ ഒരു വിവാഹം, കുടുംബ ജീവിതമൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതും, ഇത് ചൈൽഡ്ഹുഡ് കാലഘട്ടം മുതൽ പരിചയമുണ്ടായിരുന്ന റിലേഷൻ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് നിറഞ്ഞൊരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് നൽകുക എന്നതുമൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ, നിങ്ങളോട് ഒരുമിച്ചുള്ള ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾ ഒരു എന്താ പറയുക നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് മാറി റീയൂണിയനിലേക്ക് വരിക എന്നതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻ കൊണ്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും റീയൂണിയൻ തന്നെയായിരുന്നു കേട്ടോ. മനസ്സ് നിറഞ്ഞ ഹാപ്പിനെസ്, ഒരു ഒറ്റപ്പെടലെന്ന് പറയുന്ന ആ ഒരു ഭീതിയിൽ നിന്നും പുറത്ത് കടക്കുക, അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിന്നുമൊക്കെ പുറത്ത് കടന്ന് ഒരു സന്തോഷം നിറഞ്ഞ ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും ഷെയറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരുന്നു ഈ ഒരു ബന്ധം കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായിരുന്നത്.